Chapter 5 Singularities. A singularity means we have a function f of z. F of z is said to have a singularity at the point z equal to a means f of z is fails to be analytic at z equal to a. That is, f of z is not analytic at z equal to a. ഒരു ഫങ്ഷൻ ആ ഫങ്ഷൻ്റെ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിംഗുലാർ പോയിൻ്റ് എന്ന് പറയാറുണ്ട്. ആ പോയിൻ്റിൽ അതിന് അനാലിറ്റിസിറ്റി ഫെയിൽ ആവും, അനാലിറ്റിക് ആവില്ല. അപ്പോൾ അനാലിറ്റിക് ആവില്ല എന്ന് പറഞ്ഞാൽ സപ്പോസ് മേ ബി എഫ് ഓഫ് സെഡ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എഫ് ഓഫ് സെഡ് ഡിഫറൻഷ്യബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം. അതായത് അനാലിറ്റിസിറ്റിയുടെ എല്ലാ ഡെഫിനിഷൻസും ഡിഫൈൻഡ് ആവണം, ഡിഫറൻഷ്യബിൾ ആവണം, നൈബർഹുഡിൽ ഡിഫറൻഷ്യബിൾ ആവണം. അതൊക്കെയാണ് അനാലിറ്റിക് ആവുള്ള കണ്ടീഷൻസ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ എല്ലാതും ഫെയിൽ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആ പോയിൻറ്റിന് നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയും. ഇനി ഐസോലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയുമ്പോൾ ആ സിംഗുലാരിറ്റി ഒരു ഐസോലേറ്റഡ് പോയിൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഐസോലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്സ് എന്ന് പറയും. ദാറ്റ് ഈസ്, ഇപ്പോൾ സെഡ് ഈക്വൽ ടു എ ഒരു സിംഗുലാരിറ്റിയാണ്. ഐസോലേറ്റഡ് സിംഗുലാരിറ്റി ആണെങ്കിൽ ആദ്യം അതൊരു സിംഗുലാർ പോയിൻ്റ് ആവണം. സെഡ് ഈക്വൽ ടു എ ഒരു സിംഗുലാരിറ്റിയാണ്, അതിൻ്റെ ഒരു നൈബർഹുഡ് നമുക്ക് കണ്ടെത്താൻ പറ്റും സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ്, ആ നൈബർഹുഡിൽ എഫ് ഓഫ് സെഡിന് വേറെ സിംഗുലാർ പോയിൻറ്റ്സ് ഇല്ല. അതായത് വേറെ രീതിയിൽ പറഞ്ഞാൽ എ ഒഴിവാക്കിയ നൈബർഹുഡിൽ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്, പക്ഷേ എയിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ദാറ്റ് മീൻസ് പങ്ക്ച്വേർഡ് ഡിസ്ക് എന്ന് പറയും. പങ്ക്ച്വേർഡ് ഡിസ്കിൽ അനാലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഐസോലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയും. വി ഹാവ് ദ ഡെഫിനിഷൻ എ ഫംഗ്ഷൻ എഫ് ഹാസ് an isolated singularity at z equal to a if there is an r greater than 0 such that f is defined and analytic in VAR minus singleton a. That is, a സെൻറ്റർ ആയിട്ടുള്ള r റേഡിയസ് ആയിട്ടുള്ള ഒരു ഡിസ്ക് ഒരു നൈബർഹുഡ് കണ്ടെത്താൻ പറ്റണം. എന്നിട്ട് അതിൽ നിന്ന് എനെ ഒഴിവാക്കുക, ആ സെൻറ്ററിനെ മാത്രം ഒഴിവാക്കുക. അവിടെ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണെങ്കിൽ അങ്ങനെയുള്ള സിംഗുലാരിറ്റിയാണ് ഐസോലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ബട്ട് നോട്ട് ഇൻ BAR. അതായത് BAR മൈനസ് എയിൽ എ ഒഴിവാക്കിയ ഡിസ്കിൽ അനാലിറ്റിക് ആണ്, പക്ഷേ ആ ഡിസ്കിൽ കംപ്ലീറ്റ് അനാലിറ്റിക് അല്ല. എ ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രോബ്ലം ഉള്ളൂ. ദ പോയിൻ്റ് എ ഈസ് കാൾഡ് എ റിമൂവബിൾ സിംഗുലാരിറ്റി. ഇനി ഐസോലേറ്റഡ് സിംഗുലാരിറ്റി 3 ടൈപ്സ് ആണുള്ളത്. റിമൂവബിൾ സിംഗുലാരിറ്റി, പോൾ ആൻഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. അതിൽ ഫസ്റ്റ് നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ if there is an analytic function g from VAR to C such that g of z equal to f of z for 0 less than mod z minus a less than r. That is, removable singularity എന്ന് പറയുമ്പോൾ as the name indicates it is able to remove ചെയ്യാൻ പറ്റിയ സിംഗുലാരിറ്റിയാണ് നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ സെഡ് ഈക്വൽ ടു എ അതിൻ്റെ ഒരു സിംഗുലാരിറ്റിയാണ്. സെഡ് ഈക്വൽ ടു എ റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ എഫ് ഓഫ് സെഡിനെ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്താൽ, അതായത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എയിൽ അനാലിറ്റിക് അല്ല, പക്ഷേ എഫ് ഓഫ് സെഡിനെ നമുക്ക് വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്താൽ അതിനെ നമുക്ക് അനാലിറ്റിക് ആക്കാൻ പറ്റും. ദാറ്റ് ഈസ്, ആ സിംഗുലാരിറ്റി റിമൂവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സൈൻ സെഡ് ബൈ സെഡ്, ഇത് സെഡ് ഈക്വൽ ടു 0 ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് തന്നെ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ഐസോലേറ്റഡ് സിംഗുലാരിറ്റിയാണ്. പക്ഷേ നമുക്ക് അറിയാം ലിമിറ്റ് z ടെൻസ് ടു 0 സൈൻ സെഡ് ബൈ സെഡ് എന്താണ്, 1 ആണ്. സോ എഫ് ഓഫ് സെഡ് എന്നുള്ള ഈ ഫംഗ്ഷനെ നമ്മളൊന്ന് റീഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സൈൻ സെഡ് ബൈ സെഡ് ഇഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 1 ഇഫ് സെഡ് ഈക്വൽ ടു 0. ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഇത് അനാലിറ്റിക് ആവും. പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ അനാലിറ്റിക് ആവില്ല. സോ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു ലിമിറ്റ് ഡിഫൈൻ ചെയ്തിട്ട് എവിടെയാണോ ഡിഫോൾട്ട് എവിടെയാണോ ഫോൾട്ട് ഉള്ളത് അവിടെ ഒരു ലിമിറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ സിംഗുലാരിറ്റിയെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അങ്ങനെയുള്ള സിംഗുലാരിറ്റീസാണ് നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, വി ക്യാൻ ഫൈൻഡ് അനദർ അനാലിറ്റിക് ഫംഗ്ഷൻ ജി സച്ച് ദാറ്റ് ആ ജിയും എഫ് എന്തായിരിക്കണം, എവിടെയാണോ പ്രശ്നം ആ പോയിന്റിൽ സെയിം ആവണം. അതുകൊണ്ട് അതായത് എഫ് ഓഫ് സെഡിനെ വേറൊരു ഫംഗ്ഷൻ കൊണ്ട്, വേറൊരു അനാലിറ്റിക് ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റണം. സൈൻ സെഡ് ബൈ സെഡ് അവിടെ റിമൂവബിൾ സിംഗുലാരിറ്റിയാണ്. അതുപോലെ 1/z എന്നുള്ള ഫംഗ്ഷൻ സെഡ് ഈക്വൽ ടു 0 ആണ് അതിൻ്റെ സിംഗുലാരിറ്റി. അതുപോലെ e റൈസ് ടു 1/z സെഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അത്
z ഈക്വൽ ടു 0 ആകുമ്പോൾ e റൈസ് ടു ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ അത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇതൊക്കെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയാണ്. ഇതിൽ സൈൻ സെഡ് ബൈ സെഡിന് റിമൂവബിൾ സിംഗുലാരിറ്റിയാണ് ഉള്ളത്. നൗ വി ഹാവ് എ തിയറം about a removable singularity. If f has an isolated singularity at a, then the point z equal to a is a removable singularity if and only if limit z tends to a z minus a into f of z equal to 0. ഒരു necessary and sufficient condition ആണ്. ഫസ്റ്റ് വി ഹാവ് ഗിവൺ ദാറ്റ് ഒരു ഫങ്ഷൻ എഫ് തന്നിട്ടുണ്ട്, എഫ് ഓഫ് സെഡ്. അതിന് സെഡ് ഈക്വൽ ടു എയിൽ ഒരു സിംഗുലർ പോയിൻ്റ് ഉണ്ട്. ഫസ്റ്റ് റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ ആ ലിമിറ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം, കോൺവേഴ്സും പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് സപ്പോസ് ദാറ്റ് സെഡ് ഈക്വൽ ടു എ ഇസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി. ദെൻ ബൈ ഡെഫിനിഷൻ റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ സെഡ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിൽ എഫ് ഓഫ് സെഡിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ? അങ്ങനെയാണ് നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റിയുടെ ഡെഫിനേഷൻ പറഞ്ഞത്. ആ പോയിന്റിൽ എഫ് ഓഫ് സെഡിനെ വേറൊരു ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റണം, അതായത് ഒരു ലിമിറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് ലിമിറ്റ് സെഡ് ടെൻസ് ടു എ എഫ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യും ബൈ ഡെഫിനിഷൻ ഓഫ് റിമൂവബിൾ സിംഗുലാരിറ്റി. നൗ ഫൈൻഡ് ലിമിറ്റ് സെഡ് ടെൻസ് ടു എ സെഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് സെഡ്. ഇതിനെങ്ങനെ എഴുതാം? ബൈ ഡെഫിനിഷൻ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ലിമിറ്റ് സെഡ് ടെൻസ് ടു എ സെഡ് മൈനസ് എ ഇൻറ്റു ലിമിറ്റ് സെഡ് ടെൻസ് ടു എ എഫ് ഓഫ് സെഡ്. ഇത് 0 ആണ്. ലിമിറ്റ് സെഡ് ടെൻസ് ടു എ സെഡ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എ മൈനസ് എ 0 വരും. പിന്നെ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ബൈ ഡെഫിനിഷൻ ഓഫ് റിമൂവബിൾ സിംഗുലാരിറ്റി. അപ്പോൾ 0 ഇൻറ്റു എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി, അതെന്താണ്? 0 എന്ന് കിട്ടും. ഇവിടെ 0 അല്ലാതെ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് 0 ഇൻറ്റു ഒരു ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു 0/0 ഫോമൊക്കെ വന്നാൽ ഇത് നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റില്ല. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് 0 ഇൻറ്റു എ ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ട് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോസ് ചെയ്യുന്നത് ലിമിറ്റ് സെഡ് ടെൻസ് ടു എ സെഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് സെഡ് 0 എന്നാണ് സപ്പോസ് ചെയ്യുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സെഡ് ഈക്വൽ ടു എ ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണ് എന്നാണ്. Now we define a function g of z equal to z minus a into f of z if z not equal to a. ഇനി z ഈക്വൽ ടു a ആകുമ്പോൾ 0 അടുത്തു, അതായത് g of a 0 ആണ്, g of z മൈനസ് a into f of z ആണ് ഫോർ z നോട്ട് ഈക്വൽ ടു a. g of 0 എന്ന് പറയുന്നത് g of a എന്ന് പറയുന്നത് 0 ആണ്. ഈ സപ്പോസിഷൻ നമുക്കുണ്ട്. അപ്പോൾ ഈ സപ്പോസിഷൻ അനുസരിച്ച് ലിമിറ്റ് സെഡ് ടെൻസ് ടു എ സെഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് സെഡ് 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് സെഡ് ടെൻസ് ടു എ സെഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് സെഡ് ജി ഓഫ് സെഡ് ആണ്. ജി ഓഫ് സെഡ് ഈക്വൽ ടു 0. ഈ 0 എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ള ജിയുടെ വാല്യൂ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എ. അപ്പോൾ ലിമിറ്റ് സെഡ് ടെൻസ് ടു എ ജി ഓഫ് സെഡ് ഈക്വൽ ടു ജി ഓഫ് എ. ദാറ്റ് മീൻസ് ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് സെഡ് ഈക്വൽ ടു എ. അതായത് എയിലും കണ്ടിന്യൂസ് ആണ്. എയിൽ മാത്രമേ ഇപ്പോൾ പ്രശ്നമുള്ളൂ, എ അല്ലാത്തടത്തൊക്കെ ഇതൊരു പോളിനോമിയലാണ്. എഫ് ഓഫ് സെഡ് ഒരു അനലിറ്റിക് ഫംഗ്ഷനാണ്. സെഡ് മൈനസ് എ എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. സോ സെഡ് നോട്ട് ഈക്വൽ ടു എ ആകുമ്പോൾ ജി കണ്ടിന്യൂസ് ആണ്. ഇനി എയിലാവുമ്പോൾ ആ ലിമിറ്റ് കിട്ടുന്നുണ്ട്. സോ എയിലും കണ്ടിന്യൂസ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ജി ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻ ദാറ്റ് ഡിസ്ക്. BARലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇനി ജി കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ജി അനലിറ്റിക് ആണ് എന്നാണ്. ജി അനലിറ്റിക് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ജി ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: ജി ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് സെഡ്. സെഡ് നോട്ട് ഈക്വൽ ടു എ ആവുമ്പോൾ 0. അപ്പോൾ ജി അനാലിറ്റിക് ആണെങ്കിൽ നമുക്ക് മൊറേറാസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഇൻ്റർവെൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ജി 0 ഉപയോഗിച്ചിട്ടാണ്, ഈ മൊറേറാസ് തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജി അനാലിറ്റിക് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ജി അനാലിറ്റിക് ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് സെഡിനെ ജിയുടെ ടേമിൽ എഴുതാൻ പറ്റും. സോ അത് ഉപയോഗിച്ചിട്ട് റിമൂവബിൾ സിംഗുലാരിറ്റി ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജി അനാലിറ്റിക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഡിസ്ക് എടുത്തു വിത്ത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് ആർ. അതിനുള്ളിൽ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതായത് ഈ ഡിസ്കിനുള്ളിൽ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ടി എന്നാണ് ട്രയാങ്കിളിൻ്റെ പേര്, ഇൻ ബി എ ആർ. ആൻഡ് ഡെൽറ്റ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ ബൗണ്ടറിയും ഇൻസൈഡും കൂടി ചേർന്ന് നമ്മൾ ഗോർസാറ്റ് തിയറത്തിൽ പറഞ്ഞ അതേ ഡെൽറ്റ. അതായത് ടി എന്ന് പറയുന്നത് ഡെൽറ്റയുടെ ബൗണ്ടറിയാണ്. ഇനി ഈ ഡിസ്കിനുള്ളിൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ സെൻറ്ററാണ് എ. അതിനുള്ളിൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ പല രീതിയിൽ വരാം. ട്രയാങ്കിൾ ഡിസ്കിനുള്ളിൽ വരാം, എ എന്നുള്ള പോയിൻ്റ് ട്രയാങ്കിളിനുള്ളിൽ വരാം, അല്ലെങ്കിൽ എ എന്നുള്ള പോയിൻ്റ് ട്രയാങ്കിളിന് പുറത്ത് വരാം. അങ്ങനെ രണ്ട് രീതിയിൽ വരാം. അപ്പോൾ രണ്ട് കേസും നമ്മൾ സപ്പോസ് ചെയ്തു. കേസ് 1, എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഡെൽറ്റ. അതായത് എ എന്ന് പറയുന്ന പോയിൻ്റ് ഡെൽറ്റയിലില്ല. ഇതാണ് ഡെൽറ്റ, അതിൻ്റെ ബൗണ്ടറിയാണ് ടി. എ എന്നുള്ള പോയിൻ്റ് ഡെൽറ്റയിലില്ല. അപ്പോൾ നമുക്കറിയാം ടി ഈസ് ഹോമോട്ടോപ്പിക് ടു 0 എന്ന് എഴുതാം. കാരണം ഇൻ ദിസ് ഡിസ്ക് സെറ്റ് ഓഫ് ആൾ സെറ്റ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആറിൽ. കാരണം എന്താ, എ എന്നുള്ള പോയിൻ്റ് നമ്മുടെ ടി എന്നുള്ള കർവിന് പുറത്താണ്. അതുകൊണ്ട് ഇൻഡെക്സ് നമ്പർ 0 ആയിരിക്കും. സോ ഹോമോട്ടോപ്പിക് ടു 0. അപ്പോൾ നമുക്ക് കോഷീസ് തിയറം ഉണ്ട്. ഒരു പാത്ത് ടി ഹോമോട്ടോപ്പിക് ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ടി ജി ഈക്വൽ ടു 0 ആയിരിക്കും ബൈ കോഷീസ് തിയറം. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ ഓവർ ടി ജി ഈക്വൽ ടു 0. അപ്പോൾ ഒരു ട്രയാങ്കുലർ പാത്താണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഇൻ്റഗ്രൽ 0 ആയി. സോ ബൈ മൊറേറാസ് തിയറം ജി ഈസ് അനാലിറ്റിക് എന്ന് പറയാം. മൊറേറാസ് തിയറം പറയുന്നത് ജി ഒരു എഫിൻ്റെ ടേമിലാണ് പറയുന്നത്. എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ടി ഒരു ട്രയാങ്കുലർ പാത്താണ്. ഇൻ്റഗ്രൽ ഓവർ ടി എഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് അനാലിറ്റിക് ആയിരിക്കും. ഇവിടെ അതേ കണ്ടീഷനാണ്, എഫിൻ്റെ പ്ലേസിൽ ജി ആണെന്ന് മാത്രം. ടി ഒരു ട്രയാങ്കുലർ പാത്താണ്, ഇൻ്റഗ്രൽ ഓവർ ടി ജി ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ ജി ഈസ് അനാലിറ്റിക്. അപ്പോൾ ഈ കേസിൽ ജി അനാലിറ്റിക് ആണെന്ന് കിട്ടി. ഇനി കേസ് 2, എ ബിലോങ്സ് ടു ഡെൽറ്റ. എ എന്ന് പറയുന്നത് ഡെൽറ്റയിലാണ്. സോ നമ്മൾ ഡിസ്ക് എടുത്തു, ഡിസ്കിനുള്ളിലാണ് ഡെൽറ്റ വരയ്ക്കുന്നത്. എ എന്ന് പറയുന്നത് ഡെൽറ്റയുടെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ രണ്ട് രീതി വരാം. ഒന്ന് അതിനുള്ളിൽ ഒരു ആർബിട്രറി പോയിൻ്റായിട്ട് വരാം ഈ കേസ്. രണ്ടാമത്തത് അതിൻ്റെ ഒരു വെർട്ടെക്സ് ആയിട്ട് വരാം. ഈ എ എന്ന് പറയുന്ന ഡിസ്കിൻ്റെ സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ ട്രയാങ്കിൾ അതിനനുസരിച്ച് വരയ്ക്കണം. റഫായിട്ട് വരച്ചതാണ്. എ എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ വെർട്ടെക്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഈ പാത്തിൽ വരാം. ഡെൽറ്റ എന്ന് പറയുമ്പോൾ ആ പുറമേയുള്ള ബൗണ്ടറി ഉള്ളിലുള്ള റീജിയനും കൂടെ ചേർന്നാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഡെൽറ്റയ്ക്കുള്ളിലുണ്ട്, ഡെൽറ്റയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇൻസൈഡ് ട്രയാങ്കിൾ ആവാം, അല്ലെങ്കിൽ ഓൺ ദ ട്രയാങ്കിൾ ആവാം. അപ്പോൾ ഓൺ ദ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വെർട്ടെക്സ് ഉള്ള മെത്തേഡാണ് പ്രൂവ് ചെയ്യുന്നത്. അത് തന്നെ വെർട്ടെക്സ് ഉള്ള മെത്തേഡ് ബാക്കിയുള്ള ആ ലൈനിൽ എവിടെയായാലും നമുക്ക് സെയിം ആണെന്ന് കാണാൻ പറ്റും. സോ എ ബിലോങ്സ് ടു ഡെൽറ്റ ആൻഡ് എ ഈസ് എ വെർട്ടെക്സ് ഓഫ് ടി. എ എന്ന് പറയുന്നത് ടിയുടെ വെർട്ടെക്സ് ആണ്. അപ്പോൾ എ ബാക്കിയുള്ള വെർട്ടെക്സിന് ബി സി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഒരു പോയിൻ്റ് എക്സ് എടുക്കുക. ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു പാത്ത് എ ബി ആൻഡ് വൈ ബിലോങ്സ് ടു പാത്ത് സി എ. ഇതിന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു വൈ ഉണ്ടാവും, വൈ ബിലോങ്സ് ടു സി എ. ഇനി എക്സും വൈയും യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു ട്രയാങ്കിൾ കിട്ടും, T1 കിട്ടും. പിന്നെ ബാക്കി ഒരു പോളിഗണൽ പാത്ത് ഉണ്ടാവും, രണ്ട് റീജിയൻ കിട്ടും. ദാറ്റ് ഈസ് ഒരു T1 കിട്ടും. T1 എഴുതുന്നുണ്ട് ഞാൻ, എ എക്സ് വൈ എ അല്ലേ, എ എക്സ് വൈ എ ഒരു ട്രയാങ്കിളാണ്. ഇനി ഒരു പോളിഗണൽ പാത്ത് പി എന്ന് കൊടുക്കുന്നുണ്ട്. പി സച്ച് ദാറ്റ് എക്സ് ബി സി വൈ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ടി ജി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ T1 ജി പ്ലസ് ഇൻ്റഗ്രൽ ഓവർ പി ജി എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ, ഈ ഒരു സൈഡാണ് അധികമായിട്ട് വരിക. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ടി ചെയ്യുന്നതും ഇതിൻ്റെ രണ്ടും കൂടെ സം എടുക്കുന്നതും സെയിം ആയിരിക്കും ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച്. ഇനി ഇൻ്റഗ്രൽ ഓവർ പി ജി എന്താ, ഇൻ്റഗ്രൽ ഓവർ പി ജി എന്താ, എ എന്നുള്ള പോയിൻ്റ് ഇവിടെയാണ്, T1 T1 പിയിലില്ല, പിയുടെ പുറത്താണ്.
സോ പി ഈസ് ഹോമോടോപ്പിക് ടു 0 ആണ്. അതുകൊണ്ട് നേരത്തെ നമ്മൾ കേസ് 1 ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കോഷീസ് തിയറം അപ്ലൈ ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ പി ജി 0 ആവും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ടി ജി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ T1 ജി എന്ന് കിട്ടും. ഇൻ്റഗ്രൽ ഓവർ ടി ജി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ T1 ജി എന്ന് കിട്ടും. നൗ വി ഹാവ് ജി ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ജി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ജി ഓഫ് എ 0 ആണ് ബൈ ഡെഫിനിഷൻ. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ 0 ആവുക, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒരു പോയിന്റിൽ 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താ, ആ പോയിന്റിൽ എ എന്നുള്ള പോയിന്റിനോട് അടുക്കും തോറും ജി ഓഫ് സെഡിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ് അല്ലേ. അങ്ങനെ അത് അവസാനം 0 ആവുന്നു. ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് മോഡുലസ് ഓഫ് ജി ഓഫ് സെഡ് വളരെ ചെറുതാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു എപ്സിലോൺ ബൈ എൽ എന്നെടുത്തു. വേർ എൽ ഈസ് ദി ലെങ്ത് ഓഫ് ടി. എപ്സിലോൺ ബൈ എൽ. അങ്ങനെ ആ നൈബർഹുഡിൽ എയുടെ വളരെ അടുത്ത് നമുക്ക് ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എനി പോയിൻ്റ് ഓൺ ടി ഓൺ എനി പോയിൻ്റ് സെഡ് ഓൺ T1. അതായത് ഈ T1 ഈ T1 എന്ന് പറഞ്ഞാൽ ഈ പോർഷനിൽ ഈ പാത്തിൽ ഉള്ള ഏതൊരു പോയിൻ്റ് എടുത്താലും ജി ഓഫ് സെഡിൻ്റെ മോഡുലസ് സംതിങ് ഒരു നമ്പറിനേക്കാളും ഒരു വളരെ ചെറിയൊരു നമ്പറിനേക്കാളും ചെറുതായിരിക്കും. കാരണം എന്താ, ജി ഓഫ് എ 0 ആണ്. എയിലെത്തിയാൽ അത് 0 ആവണം. അപ്പോൾ എനോട് അടുക്കും തോറും അതിങ്ങനെ ചെറുതായിട്ട് വരും, കാരണം ജി കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇനി ഇൻ്റഗ്രൽ ഓവർ ടി ജി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ T1 ജി എന്നാണ്. രണ്ട് സൈഡിലും മോഡുലസ് എടുക്കും. മോഡുലസ് പ്രോപ്പർട്ടി അനുസരിച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ടി ജി. ദാറ്റ് ഈസ് ഇതിനെ നമുക്കിങ്ങനെ എഴുതാം. സെഡ് കൊടുത്തിട്ട് മോഡുലസ് ഓഫ് ജി ഓഫ് സെഡ് മോഡ് ഡി സെഡ്. മോഡുലസ് ഓഫ് ജി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു T1 അതിൻ്റെ പ്രോപ്പർട്ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എൽ ആണ്. ഇൻ്റഗ്രൽ ഓവർ T1 ഡി സെഡ് മോഡ് ഡി സെഡ്. ഇൻ്റഗ്രൽ ഓവർ T1 മോഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് T1. ഈ ലെങ്ത് ഓഫ് T1 എന്ന് പറയുന്നത് എന്തായാലും ലെങ്ത് ഓഫ് ടീനേക്കാൾ ചെറുതായിരിക്കും. കാരണം ടീനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് T1. ടി ആണ് വലിയ ട്രയാങ്കിൾ. സോ ഈ ലെങ്ത് ഓഫ് T1 പകരം ഞാൻ എൽ കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ നമ്പർ ആകുമ്പോഴും അത് ചെറുത് തന്നെ ആയിരിക്കും. ഇനീക്വാലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ T1 ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടും. എൽ ക്യാൻസൽ ചെയ്തു പോയി. സോ എൽ ഇവിടെ ക്യാൻസൽ ചെയ്തു പോകും. എപ്സിലോൺ ആർബിട്രറി ആണ്. അതുകൊണ്ട് എപ്സിലോൺ ടെൻസ് ടു 0. ഇൻ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ T1 ജി 0 ആണ്. അതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ T1 ജി 0 ആണ്. ഇൻ്റഗ്രൽ ഓവർ T1 ജിയും ഇൻ്റഗ്രൽ ഓവർ ടി ജിയും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ ടി ജിയും 0 ആണ്. സോ ബൈ ഇവിടെ എന്ത് ചെയ്യുക, മൊറേറാസ് തിയറം അപ്ലൈ ചെയ്യുക. ജി ഈസ് അനാലിറ്റിക് എന്ന് കിട്ടും. ഇനി ഇത് വെർട്ടെക്സ് ആയിട്ടാണ് എടുത്തത്. ഇനി വെർട്ടെക്സ് അല്ല, ഏത് പോയിൻ്റ് ആണെങ്കിലും എ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡിലുള്ള പോയിൻ്റ് ആണെങ്കിലും 3 സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിലുള്ള പോയിൻ്റ് ആണെങ്കിൽ ഇത് തന്നെ വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എക്സും വൈയും എടുത്തതിന് പകരം എക്സും വൈയും 2 പോയിൻ്റ് എടുക്കണ്ട, ഒരു പോയിൻ്റ് ആൾറെഡി എ എൻ ആക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ ട്രയാങ്കിൾ ഫോം ചെയ്യുക. അപ്പോഴും ആ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് ആയിട്ട് എ വരും. ഇതേ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു എ ബിലോങ്സ് ടു ഡെൽറ്റ എന്നുള്ളതിൻ്റെ ഒരു സബ് കേസാണ്. നമ്മൾ വെർട്ടെക്സ് ആയിട്ടാണ് എടുത്തത്. എപ്പോഴും വെർട്ടെക്സ് തന്നെ വരണമെന്നല്ല അല്ലേ. ഇപ്പോൾ ഒരു എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ എടുത്തു, ഡിസ്കിനുള്ളിൽ ഒരു ട്രയാങ്കിൾ എടുത്തു. എ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി പോയിൻ്റ് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ വന്നു എന്ന് വിചാരിക്കാം. വെർട്ടെക്സ് തന്നെ ആയിക്കോളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ എയിലേക്ക് എല്ലാ വെർട്ടെക്സിനും ലൈൻ വരയ്ക്കാം. 3 വെർട്ടെക്സിനും ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ടിയുടെ ഉള്ളിൽ 3 ട്രയാങ്കിൾസ് ഫോം ചെയ്യും. T1 എന്ന് പറഞ്ഞാൽ എക്സ് വൈ എ എക്സ് എന്നെടുത്തു. T2 വൈ സെഡ് എ വൈ എന്നെടുത്തു. T3 സെഡ് എക്സ് എ സെഡ്. 3 ട്രയാങ്കിൾസ് കിട്ടും. ക്യാപിറ്റൽ ടിയുടെ ഉള്ളിൽ T1 T2 T3 3 ട്രയാങ്കിൾസ് കിട്ടും. ഈ 3 ട്രയാങ്കിളിനെ വിത്ത് റെസ്പെക്ട് ടു ദിസ് 3 ട്രയാങ്കിൾസ്
എ എന്ന് പറയുന്നത് വെർട്ടെക്സ് ആയിരിക്കും. അതായത് ഈ 3 ട്രയാങ്കിൾ എടുത്താലും എ അതിൻ്റെ എന്താണ്, വെർട്ടെക്സ് ആണ്. അപ്പോൾ ഈ ഓരോ ട്രയാങ്കിളിനും T1നും T2നും T3ക്കും നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം, കേസ് 2, അതായത് എ ഈസ് എ വെർട്ടെക്സ് എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻ്റർവൽ ഓവർ TJ എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. കാരണം TJ ഫോർ J ഈക്വൽ ടു 1, 2 and 3. T1നും T2നും T3ക്കും എ എന്താണ്, ഒരു വെർട്ടെക്സ് ആണ്. അപ്പോൾ വെർട്ടെക്സിൻ്റെ കേസിൽ നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, വെർട്ടെക്സ് ആകുമ്പോൾ ആ ഇൻ്റഗ്രേഷൻ 0 ആവുന്നു. അപ്പോൾ ഇൻ്റർവൽ ഓവർ T എന്ന് പറയുന്നത് ഇൻ്റർവൽ ഓവർ T1G പ്ലസ് ഇൻ്റർവൽ ഓവർ T2G പ്ലസ് ഇൻ്റർവൽ ഓവർ T3G ആണ്. ഈ സൈഡ്സൊക്കെ ക്യാൻസൽ ചെയ്തു പോകും, ഓപ്പോസിറ്റായിട്ട് വരും ഡയറക്ഷൻ, അപ്പോൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതിൽ ഓരോ TJയും 0 ആണ്. സോ ഇൻ്റർവൽ ഓവർ TGയും 0 ആണ്. സോ ഇവിടെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം, G കണ്ടിന്യൂസ് ആണ്, ഓവർ എ ട്രയാങ്കുലർ പാത്ത് ഇൻ്റഗ്രൽ 0 ആണ്. സോ G ഈസ് അനലിറ്റിക്. അപ്പോൾ 3 കേസിലും എ എന്നുള്ള പോയിൻ്റ് ഡെൽറ്റയുടെ ഔട്ട്സൈഡ് ആകുമ്പോഴും ഇൻസൈഡ് ആവുന്ന 2 കേസിലും, അങ്ങനെ ടോട്ടൽ 3 കേസിൽ എന്താണ്, G അനാലിറ്റിക് ആണ് എന്ന് കിട്ടി ബൈ മൊറേറാസ് തിയറം. 3 കേസിൽ നമുക്ക് മൊറേറാസ് തിയറം അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻസ് കിട്ടി. സോ ബൈ മൊറേറാസ് തിയറം G ഈസ് അനാലിറ്റിക്. ഇനി G ഓഫ് എ 0 ആണ് അല്ലേ. അപ്പോൾ G ഓഫ് സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം, G ഓഫ് എ 0 എന്ന് പറയുമ്പോൾ എ ഒരു റൂട്ടാണ്, അല്ലെങ്കിൽ എ ഒരു 0 ആണെന്ന് പറയാം. എ ഒരു 0 ആണെങ്കിൽ Z മൈനസ് എ ഒരു ഫാക്ടറാണ്. Z മൈനസ് എ ഇൻറ്റു സം H ഓഫ് Z എന്ന് എഴുതാം, വേർ H ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് H ഓഫ് Z ഈസ് അനാലിറ്റിക്. ഇനി നമുക്ക് വേണ്ട ഫംഗ്ഷൻ എന്തായിരുന്നു, G ഓഫ് സെഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയായിരുന്നു, Z മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് Z. സോ കമ്പയർ ചെയ്യാം, എഫ് ഓഫ് സെഡും H ഓഫ് സെഡും ഈക്വലാണ് എവിടെ, എ ഒഴിവാക്കിയ ഡിസ്കിൽ 0 ലെസ് ദാൻ മോഡ് Z മൈനസ് എ ലെസ് ദാൻ R. ദാറ്റ് ഈസ് വി ക്യാൻ റീപ്ലേസ് ഇതല്ലേ റിമൂവബിൾ സിംഗുലാരിറ്റിയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു, Z ഈക്വൽ ടു എ എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡിൻ്റെ ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ, G എന്നായിരുന്നു നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞത്, ഇവിടെ നമുക്ക് H എന്ന് പറയാം. ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ H ഫ്രം BAR to C such that f of Z equal to H of Z for every 0 less than mod Z minus a less than R. That implies Z equal to A is a removable singularity of f of Z. So that is the proof. This is a necessary and sufficient condition for a removable singularity. Thank you.